ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജർ എപ്പിസോഡ് 8 ആരംഭിക്കുന്നത് ഗാംഗ്ലിംഗ് ഔട്ട് പോസ്റ്റിലെ ഒരു വലിയ പ്രതിസന്ധിയോടെയാണ്. കനത്ത കൊടുങ്കാറ്റിനിടെ വീണുവരുന്ന ഒരു സൈൻ പോസ്റ്റിൽ നിന്ന് സിയോങ് ജെയെ രക്ഷിക്കുന്നതിനിടെ സിയോങ് ഹോയുടെ കൈകൾക്ക് പരിക്കേൽക്കുന്നു. അതിനു പിന്നാലെ വരുന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുന്നു. പ്രളയജലം ഗാംഗ്ലിംഗ് പാലം തകർത്തതിനാൽ ഔട്ട് പോസ്റ്റ് പുറം ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുന്നു. സ്റ്റോർ റൂം വെള്ളത്തിൽ മുങ്ങിയതോടെ ഭക്ഷ്യസാധനങ്ങൾ നശിക്കുന്നു. ഇനി അവർക്കുള്ളത് വെറും 3 ദിവസത്തേക്ക് മാത്രം മതിയാകുന്ന റേഷനുകളാണ്. സൈനികരുടെ ആത്മവിശ്വാസം തകരാൻ തുടങ്ങുമ്പോൾ ഷെഫ് പാത്ത് സിയോങ് ജെയ്ക്ക് ഒരു പുതിയ ദൗത്യം നൽകുന്നു. മെസ് ഹാളിന്റെ സംതൃപ്തി നിരക്ക് ഉയർത്തി തന്റെ പ്രത്യേക ക്ലാസ് നിലനിർത്തണം. കിട്ടുന്ന ചേരുവകൾ ഉപയോഗിച്ച് സിയോങ് ജെ ഒരു സ്പാനിഷ് വിഭവമായ സീ ഫുഡ് പായേയ തയ്യാറാക്കാൻ തീരുമാനിക്കുന്നു. ക്വാൻ ചോൾ ജിയോങ്, സിയോങ് ഹോയുടെ ഓഫീസിൽ നിന്നുള്ള ചില സാധനങ്ങൾ എന്നിവയുടെ സഹായത്തോടെ അവൻ വിഭവം വിജയകരമായി ഒരുക്കുന്നു. ഭക്ഷണം വലിയ വിജയമാവുകയും സൈനികരുടെ ആത്മവിശ്വാസം വീണ്ടും ഉയരുകയും ചെയ്യുന്നു. അതേസമയം ഒറ്റപ്പെടലിന്റെ സമ്മർദ്ദം എല്ലാവരെയും ബാധിക്കുന്നു. സഹായമില്ലാതെയും ആശയവിനിമയമില്ലാതെയും ഔട്ട് പോസ്റ്റ് നയിക്കേണ്ടി വരുന്ന സിയോങ് ഹോ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. മറുവശത്ത് ഹെഡ് ക്വാർട്ടേഴ്സിൽ ലീ മിൻഗു യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കുന്നതിനാൽ ആവശ്യമായ സഹായം വൈകുന്നു. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഭക്ഷണക്ഷാമം രൂക്ഷമാകുന്നു. 4ാം ദിവസത്തോടെ റേഷനും ചേരുവകളും തീരുന്നു. എന്നാൽ ഡോങ് ഹ്യൂന്റെ രഹസ്യ ചിക്കൻ ബ്രസ്റ്റ് ശേഖരം ഷെഫ് പാത്ത് സിയോങ് ജെയെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപയോഗിച്ച് അവൻ ചിക്കൻ കഞ്ഞി തയ്യാറാക്കി സൈനികരെ മുന്നോട്ട് നയിക്കുകയാണ്. 5ാം ദിവസമാകുമ്പോൾ നിരാശ അതിരൂക്ഷമാകുന്നു. ഒരു ചോക്കോ പൈക്കായി പോലും സൈനികർ തർക്കിക്കുന്ന അവസ്ഥ. ഹെഡ് ക്വാർട്ടേഴ്സ് തങ്ങളെ ഉപേക്ഷിച്ചു എന്ന് വിശ്വസിച്ച ജെയോങ്ങും സിയോങ് വുവും ജീവൻ പണയം വെച്ച് മലമുകളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഭക്ഷ്യയോഗ്യമായ കാട്ടുചീരകളുമായി അവർ തിരിച്ചെത്തുകയാണ്. ആ ചീരകൾ ഉപയോഗിച്ച് സിയോങ് ജെ രുചികരമായ ഒരു വിഭവം തയ്യാറാക്കുന്നു. ആ ഭക്ഷണം സൈനികരുടെയും കമാൻഡർമാരുടെയും ബന്ധം കൂടുതൽ ശക്തമാക്കുകയും മെസ് ഹാളിന്റെ സംതൃപ്തി നിരക്ക് 100ലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇതിനിടെ കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ കണ്ട ഡോങ് ഹ്യൂൻ തന്റെ അവധി നേരത്തെ അവസാനിപ്പിച്ച് മടങ്ങിയെത്തുന്നു. മറുവശത്ത് യേറിൻ ഗാംഗ്ലിംഗ് ഔട്ട് പോസ്റ്റിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെളിപ്പെടുത്തുന്നു. ഇതോടെ മിൻഗുവിന്റെ അശ്രദ്ധയും കള്ളപ്പണികളും പുറത്തുവരികയാണ്. എപ്പിസോഡിന്റെ അവസാനത്തിൽ ദുരന്തകാലം അവസാനിച്ചതായി ഷെഫ് പാത്ത് പ്രഖ്യാപിക്കുന്നു. സിയോങ് ജെ ഇന്റർമീഡിയറ്റ് കുക്ക് ക്ലാസ്സിലേക്ക് ഉയരുന്നു. പുതിയ പാചകക്കുറിപ്പുകളും ശക്തമായ കഴിവുകളും 5 നക്ഷത്ര നിലവാരത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനുമുള്ള ശേഷിയും അവന് ലഭിക്കുന്നു. കൂടുതൽ ശക്തിയും പുതിയ സൗഹൃദങ്ങളും വലിയ വെല്ലുവിളികളും കാത്തിരുന്ന സിയോങ് ജെയുടെ കിച്ചൺ സോൾജർ യാത്ര ഇനി കൂടുതൽ ആവേശകരമാവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.